ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ സനാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഉമ്മമ്മയുടെ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് വരുന്ന ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ നല്ല വെച്ചാൽ എൻ്റെ കസിൻസ് കൂടെ ഉള്ളതുകൊണ്ട് അധികം കാറിൽ വരുമ്പോൾ അത്ര മൗനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കസിൻസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവരെൻ്റെ വീട് കണ്ടിട്ടില്ല. അവരുടെ വീടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് എൻ്റെ വീട് അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഒരു താത്തയുണ്ട്. ആ താത്തയാണെങ്കിൽ ചെറുപ്പത്തിൽ കണ്ടതാണത്രേ, ഏറ്റവും ചെറുപ്പത്തിൽ. അപ്പോൾ പിന്നെ കാണാൻ പറ്റില്ലല്ലോ, ആ സമയത്ത് വന്നതാണത്രേ. അത് കാരണം കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ മദ്രസ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. ബാക്കിയുള്ള എല്ലാവരും അവിടെ നിൽക്കുകയാണ്, ഞാൻ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ വിഷമവും സങ്കടമൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരുടെ അടുത്ത് സലാം പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ. കാരണം എൻ്റെ കസിൻസൊക്കെ അവിടെ നിൽക്കുകയല്ലേ, എനിക്ക് അവരുടെ കൂടെ കളിക്കാനൊക്കെ കുറച്ച് ദിവസമേ പറ്റിയിട്ടുള്ളൂ. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ആകെ 3 ദിവസം നിന്നിട്ടുള്ളൂ. അവരുടെ കൂടെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ വിഷമം. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എനിക്കാണെങ്കിൽ കുഴപ്പമില്ല, സങ്കടം അത്ര ഇല്ല. സന്തോഷം സങ്കടമൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, അവിടെ നിന്നാൽ മതിയായിരുന്നു, അപ്പോൾ പിന്നെ കുറേ നേരം കളിക്കാമല്ലോ. പിന്നെ അവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നാനും അതുപോലെ തന്നെ അവിടെ കുറേ കളിക്കാനും ആൾക്കാരുണ്ട്. അവരുടെ കൂടെ കളിക്കാനും കൂടിയിട്ടായിരുന്നു എൻ്റെ ആ ഒരു നിപ്പ്. എന്ന് വെച്ചാൽ ആ 3 ദിവസം അവിടെ ഞാൻ അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. പിന്നെ ഞാൻ കാറിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൗനമൊന്നുമില്ല, കസിൻസ് ഉണ്ടെന്ന്. അത് കാരണം ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നിന്ന് കേട്ടോ. കാരണം എൻ്റെ കൂടെ എന്നെക്കാൾ ഇത്തിരി വയസ്സിന് മൂത്തതാണ് അവൾക്കാണെങ്കിൽ ഞാൻ പോണേനെ. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, അത്ര എന്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകുമ്പോഴുള്ള വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ എരുമപ്പെട്ടി സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു സ്കൂളുണ്ട്, അതിൻ്റെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ തിരക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ എരുമപ്പെട്ടി കഴിഞ്ഞ് അത്ര എത്തിയപ്പോൾ പിന്നെ പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു തിരക്ക് ആദ്യം വിചാരിച്ചു ആക്സിഡൻ്റ് ആണോ എന്താണോ എന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിടികിട്ടിയത് സ്കൂളിൻ്റെ എന്തോ ഒരു പെർഫോമൻസ് ആയിരുന്നു, എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടുള്ള ആ തിരിവിലോട്ട് എത്തിയിട്ടോ. എൻ്റെ വീട്ടിലോട്ടുള്ള ഒരു തിരിവാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സംസാരം എന്തൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഞങ്ങളാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ടെത്തി. എൻ്റെ വീടാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ നിങ്ങളിത് കാണാൻ സാധ്യത കുറവാണ്. പിന്നെ എൻ്റെ കസിൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, എൻ്റെ വീട്ടിലാണെങ്കിൽ ആടും കോഴി ഇതുപോലെ തന്നെ കിളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ പരിസരവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നേരെ ഞാൻ വാതിൽ തുറന്ന് ഉമ്മയുടെ അടുത്തെത്തി, വീട്ടിലെത്തി. എന്നിട്ട് അങ്ങനെ അത് ആ ചെറുപ്പത്തിലത്തെ എൻ്റെയും എൻ്റെ താത്താടിയും പിന്നെ അതുപോലെ തന്നെ ഇക്കാകുണ്ട്, ആ ഇക്കാകാടിയും പിന്നെ എൻ്റെ സ്വന്തം ഇക്കാകാടിയും ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ സൺസെറ്റൊക്കെ കണ്ട് പിന്നെ സൂര്യനൊക്കെ ഫോട്ടോ എടുത്ത് നിന്നിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് മാറുന്നൊരു വീഡിയോ എടുത്താണ്. അങ്ങനെ എന്നിട്ട് ഞാൻ നേരെ വാർപ്പിൻ്റെ മേലോട്ടാണ് പോയത്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ അല്ല ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. ആ ഫ്രൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അധികം അങ്ങോട്ടൊന്നും പോവില്ല. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പേരാണ് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്നുണ്ട്, ഞങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചെടുത്തുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി താഴോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കില്ലേ, അപ്പോൾ ഞാൻ താഴോട്ട് പോവുകയാണ് ഒരു ഇതാട്ടോ. പിന്നെ അവരവിടെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവർ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ഫിഷ് ഉണ്ട് വീട്ടിൽ, അതിനൊക്കെ തീറ്റൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പോയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ശരി, ബൈ, സീ യു, ടാറ്റ. അടുത്ത വീഡിയോ എനിക്ക് വരെ, ടാറ്റ.